ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഫ്രൈഡ് മിൽക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. 500 ml പാൽ, അതായത് ഒരു പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 1/4 കപ്പ് എടുത്താണ് കോൺഫ്ലോർ മിക്സ് ചെയ്തത്. ബാക്കി നമുക്കൊരു പാനിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഈ പാലിലേക്ക് നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചത്. കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ പാൽ മിക്സ് ഇപ്പം നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചെറിയ രീതിയിൽ തിളവന്ന് തുടങ്ങുന്നുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യണ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ്. ഫുള്ളായിട്ടൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിൽക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മൂടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ലെവലാകാൻ വേണ്ടി നമ്മളൊന്ന് ടാപ്പ് ചെയ്തും കൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിംഗ് മിക്സ് റെഡിയാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഇപ്പം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ഡീമോൾഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഓൾറെഡി സൈഡിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്നുണ്ട്. എന്നാലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു സൈസിലാണ് എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 4 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ഇതേപോലെ എടുത്ത് നമ്മുടെ മൈദ മിക്സിയിൽ മുക്കിയിട്ട് ഇതേപോലെ എടുത്ത് നമുക്ക് ബ്രെഡ് ക്രംസിലും ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചാണ് മൈദ മിക്സിലേക്ക് മുക്കിയെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്രൈഡ് മിൽക്കിനുള്ളത് നമ്മളിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കുറച്ചിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ 2 വശവും ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് ഫ്രൈഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതേപോലെ എണ്ണ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് മിൽക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.